ജന്മന അന്ധനായ വ്യക്തി തൻ്റെ 21-ാമത്തെ വയസ്സിൽ തുടങ്ങിയ കമ്പനി 6 വർഷം കൊണ്ട് 150 കോടി ആസ്തിയിലെത്തിച്ചു. വെല്ലുവിളികളെ പൂമാലയായി കണ്ട വ്യക്തിയുടെ ജീവിത ലക്ഷ്യം കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാവുക എന്നതാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിക്കുകയും പരിമിതികളെയും വെല്ലുവിളികളെയും നിഷ്പ്രഭമാക്കി ഉറച്ച ലക്ഷ്യബോധത്തോടെ അസാധാരണമായ ജീവിത വിജയം നേടി മുന്നേറുന്ന യുവാവ് ശ്രീകാന്ത് ബോലെ 1991 ജൂലൈ 7 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിലെ സീതാരാമപുരത്ത് കർഷക ദമ്പതിമാരുടെ മകനായി ജനിച്ചു. നിർധനരായ കർഷകരുടെ ആദ്യ സന്താനം ജനിച്ചത് 2 കണ്ണുമില്ലാതെയാണ്. കാർഷിക വൃത്തിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വളരെ തുച്ഛമാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടുന്ന കുടുംബം. ആ കുടുംബത്തിൽ ജനിച്ച ആദ്യ സന്താനത്തെ കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുട്ടി ഒരു ഭാരമാകും. കഴിയുന്നതും വേഗത്തിൽ ഈ കുട്ടിയെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയണം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടും. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും തന്നെ പൊന്നോമനയെ ജീവനായിരുന്നു. അവർ ആ കുട്ടിയെ വലിയ സ്നേഹത്തോടും കരുതലോടെയും തന്നെ വളർത്തി. ഐശ്വര്യമുള്ളവനും ആകർഷിക്കാൻ കഴിയുന്നവനുമാണ് തങ്ങളുടെ മകൻ എന്നർത്ഥത്തിൽ അവർ അവന് ശ്രീകാന്ത് ബോലെ എന്ന് പേരിട്ടു. കർഷക കുടുംബങ്ങളിൽ പഠിക്കാൻ പോകുന്നവർ നന്നേ കുറവായിരുന്നു. പലരും ചെറിയ പ്രായത്തിൽ തന്നെ കാർഷിക വൃത്തികളിൽ കുടുംബത്തിലെ മുതിർന്നവർക്കൊപ്പം ജോലി ചെയ്യുകയാണ് പതിവ്. പക്ഷേ കൊച്ചു ഭോലേക്ക് പഠിക്കാൻ അതിയായ ആഗ്രഹം. അവൻ്റെ ആഗ്രഹം മനസ്സിലായപ്പോൾ അച്ഛൻ അവനെ ഗ്രാമത്തിലുള്ള സ്കൂളിൽ ചേർത്തു. അന്ധനായ വിദ്യാർത്ഥിയായതിനാൽ അവനെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് സ്കൂളിലെ ടീച്ചർമാർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലെ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏകാന്തതയോടെ അവനിരുന്നു. കുട്ടികളും അധ്യാപകരും സഹതാപത്തോടുകൂടിയും മാത്രമാണ് അവനോട് ഇടപെട്ടിരുന്നത്. അവൻ അവിടെ ഒറ്റപ്പെട്ടു. അവന് കാര്യമായി പഠിക്കാൻ സാധിച്ചില്ല. അതേസമയം അവൻ ഒഴിവു സമയങ്ങളിൽ അച്ഛനെ കൃഷിപ്പണിയിൽ സഹായിക്കാൻ പോവാറുണ്ടായിരുന്നു. പക്ഷേ ആ പണിയിൽ അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ അവൻ്റെ പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹം മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ സ്കൂളിൽ അവൻ അനുഭവിക്കുന്ന വിഷമം തിരിച്ചറിയുകയും ചെയ്തു. അവനെ ടൗണിലുള്ള അന്ധരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തു. നന്നേ ബുദ്ധിമുട്ടിയാണ് അവിടെ ചേർക്കാനുള്ള പണം ആ കുടുംബം കണ്ടെത്തിയത്. അവിടെ അവന് നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു. 9-ാം ക്ലാസ്സിൽ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം അവരുടെ സ്കൂൾ സന്ദർശിച്ചു. കുട്ടികളുമായുള്ള ചർച്ചയിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? വ്യത്യസ്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുട്ടികൾ പങ്കുവച്ചു. അവിടെ കേട്ട വ്യത്യസ്തമായ ഒരു ജീവിത ലക്ഷ്യം ഇതായിരുന്നു: കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം. ആ ജീവിത ലക്ഷ്യം ശ്രീകാന്ത് ബോലെയുടേതായിരുന്നു. 10-ാം ക്ലാസ്സിൽ 90% മാർക്കോടുകൂടി ബോലെ വിജയിച്ചു. തുടർന്ന് സയൻസ് സ്ട്രീമിൽ പഠിക്കാനായിരുന്നു ബോലെയുടെ ആഗ്രഹം. അതിനായി നൽകിയ അപേക്ഷ സ്കൂൾ അധികൃതർ നിരസിച്ചു. അന്ധനായ വിദ്യാർത്ഥിയെ സയൻസിൽ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ പിന്മാറാൻ ശ്രീകാന്ത് തയ്യാറായില്ല. അവൻ അവിടെയുള്ള ഒരു അധ്യാപകൻ്റെ സഹായത്തോടെ കോടതിയെ സമീപിച്ചു. 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി ശ്രീകാന്തിന് അനുകൂലമായിരുന്നു. സ്വന്തം സാമർഥ്യം കൊണ്ട് സയൻസ് സ്ട്രീമിൽ ചേർന്ന് പഠിക്കാം എന്ന് കോടതി വിധിച്ചു. വളരെ വൈകിയാണ് സ്കൂളിൽ ചേർന്നതെങ്കിലും അവൻ കഠിനമായി പരിശ്രമിച്ചു. അവൻ ചില മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടെ പാഠഭാഗങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കേട്ടു പഠിച്ചു. അവൻ്റെ പരിശ്രമങ്ങൾ ഫലം കണ്ടു എന്നു മാത്രമല്ല, അവന് സീറ്റ് നിഷേധിച്ച അധികൃതരെ സ്തബ്ധരാക്കിക്കൊണ്ട് 98% മാർക്ക് വാങ്ങി അവൻ +2 വിജയിച്ചു. പിന്നീട് അവൻ IITയിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനുവേണ്ടി അവൻ ചെന്ന സ്ഥാപനങ്ങളെല്ലാം അവൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൻ നിരാശനായില്ല. നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേറെ ഉണ്ടോ എന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. അവൻ പല വിദേശ യൂണിവേഴ്സിറ്റികളിലേക്കും ഓൺലൈനായി അപേക്ഷിച്ചു. അതിൽ 4 വിദേശ യൂണിവേഴ്സിറ്റികൾ അവൻ്റെ അപേക്ഷ സ്വീകരിച്ചു. അതിൽ അമേരിക്കയിലെ MITയിൽ സ്കോളർഷിപ്പോടുകൂടി അവന് പ്രവേശനം ലഭിച്ചു.
MITയിലെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു ബോലെ. MITയിലെ പഠനത്തിന് ശേഷം പല വിദേശ കമ്പനികളും വലിയ ശമ്പളത്തോടുകൂടി ശ്രീകാന്ത് ബോലെക്ക് ജോലി ഓഫർ ചെയ്തു. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ ബോലെ നാട്ടിലേക്ക് തിരിച്ചു. അവൻ്റെ മനസ്സു നിറയെ അംഗവൈകല്യമുള്ളതുകൊണ്ട് താൻ അനുഭവിച്ച വെല്ലുവിളികളായിരുന്നു. സമൂഹത്തിൽ തന്നെ പോലെയുള്ള ആളുകളെ കൈപ്പിടിച്ചുയർത്താൻ, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായത് ചെയ്യണം. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം 2012 21ാമത്തെ വയസ്സിൽ അദ്ദേഹം രവി മന്ദ എന്ന വ്യക്തിയുമായി ചേർന്ന് ബോളണ്ട് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ചു. നാട്ടിൽ തന്നെ ലഭ്യമായ ഉപയോഗശൂന്യമായ വസ്തുക്കൾ, പാഴ്വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് പ്രകൃതിക്ക് ദോഷമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗജന്യമായ പാത്രങ്ങൾ, മറ്റു വസ്തുക്കൾ ഉണ്ടാക്കുകയാണ് ബോളണ്ട് ഇൻഡസ്ട്രിയിൽ. 650-ൽ അധികം ആളുകൾ ബോളണ്ട് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു. ഇതിൽ കൂടുതലും അംഗവൈകല്യമുള്ള ആളുകളാണ്. ഓരോ വർഷവും ബിസിനസ് നല്ല വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. പല പ്രമുഖരും ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകി. അതിൽ ഇന്ത്യയിലെ പ്രമുഖരായ രത്തൻ ടാറ്റയും ഉൾപ്പെടും. 2018-ൽ ബോളണ്ട് ഇൻഡസ്ട്രീസിൻ്റെ വിറ്റുവരവ് 150 കോടി രൂപയായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നിരക്ഷരത, തൊഴിലില്ലായ്മ എന്നിവ 2020ഓടെ രാജ്യത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ ഉള്ള ലക്ഷ്യത്തോടെ ലീഡ് ഇന്ത്യ 2020 എന്ന പേരിൽ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തുടങ്ങിവെച്ച മുന്നേറ്റത്തിൽ ശ്രീകാന്ത് ബോലെയും അംഗമായി. യുണൈറ്റഡ് നേഷൻസ് 2015-ൽ ഒരു വേൾഡ് ഗോൾ പ്രഖ്യാപിച്ചിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഈ ഗോൾ മുന്നോട്ട് വയ്ക്കുന്നത് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. 2030ഓടെ ഈ ലക്ഷ്യത്തിലെത്തുക എന്നതായിരുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഉദ്ദേശം. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും 2030ഓടെ ഈ ഗോൾ നേടിയെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീകാന്ത് ബോലെ ഡയറക്ടറായ സർജ് ഇമ്പാക്റ്റ് ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു വരുന്നു. ശ്രീകാന്ത് ബോലെയുടെ ജീവിതത്തെ ആസ്പദമാക്കി തുഷാർ ഹിരനന്ദിനി എന്ന സംവിധായകൻ്റെ സംവിധാന മികവിൽ രാജ്കുമാർ റാവു ശ്രീകാന്ത് ബോലെയായി വേഷമിട്ട സിനിമ 2025 അക്ഷയ തൃതീയ നാളിൽ റിലീസ് ചെയ്തു. 2022-ൽ വീരസ്വാതിയെ തൻ്റെ ജീവിത സഖിയാക്കി. 2024-ൽ ഇവർക്ക് ഒരു മകൾ ജനിച്ചു. ആ മകൾക്ക് അവർ നൽകിയ പേര് കണ്ണുകൾ എന്നർത്ഥം വരുന്ന നയന എന്നാണ്. ബോലെ പറയാറുണ്ട്, എനിക്ക് ഓരോ ദിവസവും പുതുമയേറിയതാണ്. ഇന്ന് എനിക്ക് എന്ത് നേടാനാകും? വാട്ട് ഷുഡ് ഐ അച്ചീവ് ടുഡേ എന്ന ചിന്തയിലാണ് എൻ്റെ പ്രഭാതം തുടങ്ങുന്നത്. അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ ലോകത്ത് നേട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകാന്ത് ബോലെയുടെ ജീവിതം പ്രതിസന്ധി വരുമ്പോൾ തളർന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വെളിച്ചമാകട്ടെ.